ഇന്ന് ചില മഹല്ലുകളുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ പത്രങ്ങളിൽ കാണാം. ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി ഈ മഹല്ലിൽ വേണ്ട, ലഹരിയുമായി ബന്ധപ്പെടുന്നവരെ ഈ മഹല്ലിൽ വേണ്ട. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എന്തിനാണ് ഒരു കമ്മിറ്റി? മറിച്ച് ലഹരി ഉപയോഗിക്കുകയോ അതിലേക്ക് വീണുപോവുകയോ അത്തരം ചതിക്കുഴികളിൽ പെട്ടുപോവുകയോ ചെയ്യുന്നവരെ കൈപിടിക്കാൻ ഒറ്റക്കെട്ടായിട്ടാണ് മഹല്ലുകൾ മുന്നോട്ട് വരേണ്ടത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ ഇനി വേണ്ടാന്നൊരൊറ്റ വരി പത്രപ്രസ്താവന കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്തം തീർന്നുപോയി എന്നാണ് ആരാണ് പറഞ്ഞത്? പല മഹല്ലുകളുടെയും വാർത്താക്കുറിപ്പുകളൊക്കെ കാണാം. ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി മഹല്ലിൽ വേണ്ട. അങ്ങനെ ഒരു വരി പ്രസ്താവന കൊണ്ടൊരു മഹല്ലിന്റെ ഉത്തരവാദിത്തം തീർന്നു പോകില്ല. മറിച്ച് ആ മഹല്ലത്തിലെ എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കുമ്പോഴാണ്, നാം ജീവിക്കുന്ന സമൂഹത്തെ ചേർത്ത് പിടിക്കുമ്പോഴാണ് അവർക്ക് വേണ്ടത് ആവശ്യമായ സമയത്ത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയുമ്പോഴാണ് മഹല്ല് കമ്മിറ്റികൾ ഉത്തരവാദിത്തം പൂർത്തിയാക്കുക. രണ്ടുവരി പ്രസ്താവന കൊടുത്താൽ പിറ്റേന്ന് സോഷ്യൽ മീഡിയ കൈയടിക്കും. അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്നവരെ ഇനി വേണ്ടാന്ന് എല്ലാ പത്രങ്ങളിലും കൊടുക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചിലർ വന്നിട്ട് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മദ്യം ഉപയോഗിച്ചു, ലഹരി ഉപയോഗിച്ചു, അതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി പറഞ്ഞു തരണം. ഒന്നും രണ്ടും തവണ പറഞ്ഞ സ്വഹാബത്തിനെ കാണാം. അവർക്ക് സ്നേഹമസൃണമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകി. അങ്ങനെയല്ലേ വേണ്ടത്? നമ്മുടെ സമൂഹത്തിലെ കുഞ്ഞുങ്ങളെ കൈവിട്ടു കളഞ്ഞാൽ അവരെ കാത്തിരിക്കുന്ന എത്രയോ അപകടങ്ങളുണ്ട്, വിധ്വംസക ശക്തികളുണ്ട്, ലഹരി മരുന്ന മാഫിയകളുണ്ട്. സ്വന്തം മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പോലും ലൈംഗികമായി ഉപയോഗപ്പെടുത്തണമെന്ന് പഠിപ്പിക്കുന്ന നാസ്തിക മതങ്ങളുണ്ട്. അവരുടെ ഇടയിലേക്ക് നമ്മുടെ ഒരൊറ്റ കുഞ്ഞിനെയും നമ്മൾ എറിഞ്ഞു കൊടുക്കരുത്. നമ്മുടെ മഹല്ലത്തിൽ ഒരു കുട്ടി ലഹരി ഉപയോഗിച്ചല്ലെങ്കിൽ അതിൽ വീണുപോയാൽ അവനെ ചികിത്സിക്കാനുള്ള വകുപ്പുകൾ നമ്മൾ കണ്ടെത്തണം. ഏതൊരു രക്ഷകർത്താവിനും മഹല്ലത്തിലേക്ക് വന്ന് പറയാൻ പറ്റണം, എൻ്റെ മകനെ നിങ്ങളൊന്ന് നന്നാക്കി തരണം, അവന് ആവശ്യമായ നിർദ്ദേശങ്ങൾ വേണം, ഗൈഡൻസ് കൊടുക്കണം, അവന് വേണ്ട രീതിയിലുള്ള ചികിത്സ നൽകാനുള്ള വഴികൾ തുറന്നു തരണം. നമ്മൾ അങ്ങനെയാണ് ചേർത്തു പിടിക്കുക. വീണുപോയെങ്കിൽ ആ വീണുപോയവനെ എന്നേക്കുമായി കളയല്ല, അവരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ നന്നാക്കി എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് നമ്മുടെ മഹല്ലത്തുകൾക്കുള്ളത്, നമ്മുടെ നാട്ടിലെ മുസ്ലിം കൂട്ടായ്മകൾക്കുള്ളത്. പരസ്പരം ചേരിതിരിവുകളുടെ കാലമൊക്കെ കഴിഞ്ഞുപോയി, പരസ്പരം തമ്മിലടിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി. നമ്മൾ തമ്മിലടിച്ചു, നമ്മുടെ പുതിയ തലമുറ ലഹരിയിലേക്ക് വീണുപോയി, നമ്മുടെ കുടുംബങ്ങൾ ചെറുതായി, നമ്മുടെ മക്കളെ നിയന്ത്രിക്കാൻ ആളില്ലാതെയായി, നമ്മുടെ മഹല്ലത്തുകളിൽ നമ്മൾ പരസ്പരം പോരടിച്ചു. അതുകൊണ്ടോ അടുത്തൊരു തലമുറ പള്ളിയിലേക്ക് വരാതെ തന്നെയായി. നമ്മുടെ നാട്ടിൽ നമ്മൾ വർഗീയത പ്രചരിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ നിന്ന് പുതിയ കുഞ്ഞുങ്ങള് ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി സെറ്റിലാകാനുള്ള തയ്യാറെടുപ്പിലാണ്. എത്ര ആളാ കഴിഞ്ഞൊരു മാസം 7500-ലേറെ ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക്, കാനഡയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോയി. പണ്ട് ഗൾഫിലെത്തുന്ന പ്രവാസികളോട് നമ്മൾ ചോദിച്ചാൽ അവര് പറയാം, എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ പോകണമെന്നാണ്. യൂറോപ്പിലേക്കൊക്കെ പഠിക്കാൻ പോയ മക്കളോട് നമ്മൾ ചോദിച്ചു നോക്കൂ, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? നാട്ടിലേക്ക് പോകാൻ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല, ഇവിടെ അങ്ങ് സെറ്റിലാകാനാണ് ആഗ്രഹം. കാര്യം എന്താണ്? കാര്യത്തിന് എല്ലാവരും ഉത്തരവാദികളാണ്. നമ്മുടെ നാട്ടിൽ വർഗീയത വളരുന്നു എന്ന് നമ്മുടെ കുട്ടികൾക്ക് ഭയമുണ്ട്. നമ്മുടെ നാട് ജീവിക്കാൻ പറ്റാത്ത ഇടമായി മാറുന്നോ എന്ന ഭയം. ആ ഭയം കൊണ്ടാണ് നമ്മുടെ വലിയൊരു തലമുറ നാട്ടിൽ നിന്ന് മറ്റെവിടെയെങ്കിലും പോയി അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വർഗീയമായ ചിന്തകളെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം.